ഹലോ, വെൽക്കം ബാക്ക് ടു ടാറ്റർ വിത്ത് അനല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്ന് രണ്ടെണ്ണമൊക്കെ മിസ്സായി. പിന്നെ 2-3 പേര് ഈ ബ്രേസ്ലെറ്റിനെ കുറിച്ച് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നതാണ്. കേരളത്തിലെല്ലായിടത്തും നമുക്ക് ഷിപ്പിംഗ് ഉണ്ട്. ഇത് ഗുജറാത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒറിജിനൽ ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് സ്ക്രീനിലുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽസ് തരാം കേട്ടോ. നമ്മളുടെ റിലേഷൻഷിപ്പ് നന്നാവാനായിട്ട്, പിന്നെ കൂടുതൽ മണി അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതിനൊക്കെയുള്ള സ്റ്റോൺസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാനായിട്ട് ഏതൊക്കെ ക്രിസ്റ്റൽസ് ആണോ നല്ലത് നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ട് നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എല്ലാവർക്കും ഇതുപോലെയല്ല കിട്ടുന്നത്. നിങ്ങളുടെ ഇഷ്യൂസ് അനുസരിച്ചിട്ടുള്ള സ്റ്റോൺസാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളെ തേടി എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു മെസ്സേജ് സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ മെസ്സേജ് എത്തണം എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിത് ഈ റീഡിങ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സ് അതിൻ്റെ ഒരു നിയമം അനുസരിച്ചിട്ട് ഈ റീഡിങ്ങിൻ്റെ എനർജി മാച്ച് ആവുന്ന ആളുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഇത് പ്രയോജനപ്പെടുന്ന ആളുകളിലേക്കായിരിക്കും ഇത് മെസ്സേജ് എത്തിക്കുന്നത്. പിന്നെ ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് റെസനേറ്റ് ആവുന്നത് മാത്രമേ എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മുടെ കാർഡ് എന്ന് പറയുന്നത് വൈ ആർ യു ഹിയർ. ഈ വീഡിയോ നിങ്ങളുടെ ഫീഡിൽ വന്നിട്ടുള്ളത് എന്തിനാണ് എന്നുള്ള ഫസ്റ്റ് കാർഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പേജ് ഓഫ് കപ്സ്. അതൊരു പ്ലേഫുൾ എനർജിയാണ്, ഒരു ഹാപ്പി ആയിട്ടുള്ളൊരവസ്ഥയാണ് കാണുന്നത്. എന്താണ്, നിങ്ങളുടെ പുതിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്ന എന്തൊക്കെയോ എനർജികൾ, ചില ഹോബികളൊക്കെ നിങ്ങൾ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. പഴയ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളായി ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ, പണ്ട് കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന പല ശീലങ്ങളും നിങ്ങളിപ്പോൾ പൊടി തട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പഴയ ആളുകളുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആയിട്ടുണ്ടായിരിക്കാം. വീണ്ടും കുറേ കാലത്തിന് ശേഷം വീണ്ടും കണക്റ്റ് ആയിട്ടുണ്ടാവാം. അപ്പോൾ അതുമൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഈ മെസ്സേജിൽ, ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫീഡിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ബേർഡനാണ് ഈ സമയത്ത് നിശബ്ദമായി സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള വേദന എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ്. ഒന്നുകിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ധനവുമായി ബന്ധപ്പെട്ട് ആണ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉള്ള ഒരു വിഷമം ഉള്ളതായിട്ട് കാണുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആരെങ്കിലും നിങ്ങളായിട്ട് വഴക്കിട്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയോ, ആ വീട്ടുകാരെ മിസ് ചെയ്യുന്ന അവസ്ഥയോ, ഏറ്റവും പ്രിയമുള്ള ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന് പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്ന, വഴക്കിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം നിങ്ങളിപ്പോൾ നിശബ്ദമായി ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു വേദന, ബേർഡൻ എന്ന് പറയുന്നത്. ഒരു ഭാരമായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നത് അതാണ്. നിങ്ങളെക്കുറിച്ച് തന്നെ വിശ്വസിക്കുന്ന ഒരു നുണ എന്താണ് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെക്കുറിച്ച് തന്നെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നുണ. സൺ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഹീലിംഗ് കംപ്ലീറ്റ് ആയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. എവിടേക്കോ അത് വീണ്ടും ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നിങ്ങളുടെ ചെറുപ്പകാലത്ത്, ഇവിടെ നമുക്കൊരു ഫാമിലി എനർജിയും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മിക്കവാറും നിങ്ങൾ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രോമ അത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടായിരിക്കാം. അത് നിങ്ങളെ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാൻ വയ്യാതെ ഒരു പക്ഷേ നിങ്ങൾ സഹിക്കുന്ന ചില വേദനകൾ ഉണ്ടായിരിക്കാം. അത് ഈ ഇന്നർ ചൈൽഡ് ട്രോമയുമായിട്ട് ബന്ധപ്പെട്ട് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ ഫാമിലിയുടെ കാർഡും വന്നിട്ടുണ്ട്, ഒരു സൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
നിങ്ങളുടെ ആ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഇന്നർ ചൈൽഡ്, എന്താ പറയുക, കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള നിങ്ങളുടെ ചില വേദനകളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. ഇതിന് നമുക്ക് എങ്ങനെയാണ് ഇനി ഈ കാര്യത്തിൽ നമുക്ക് എന്ത് ആക്ഷനാണ് എടുക്കാനുള്ളത് എന്ന് നോക്കാം. 7 ഓഫ് കപ്സ് ആണ്. ഹീലിങ്ങിന് വേണ്ടി ഒരുപാട് മാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ഹീലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓവർനൈറ്റ് പ്രോസസ്സ് അല്ല. ഇന്ന് രാത്രി നിങ്ങൾ ഹീലിംഗ് ചെയ്തു നാളെ രാവിലെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും തീർന്ന് ഒരു പുതിയ മനുഷ്യനായിട്ട് എണീറ്റ് വരാനൊന്നും സാധിക്കില്ല. ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ട് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയായിരിക്കാം. പലതരത്തിലുള്ള എന്താ പറയുക കോഴ്സുകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ കറക്റ്റായിട്ടുള്ള വഴി ഏതാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു കണക്ഷൻ തോന്നുന്നത്, നമ്മൾ ഫസ്റ്റ് കാർഡിൽ പറഞ്ഞു വൈ ആർ യു ഹിയർ എന്നുള്ള ഈ കാർഡ് നമ്മൾ ചെക്ക് ചെയ്ത് പറഞ്ഞിരുന്നു. നിങ്ങളുടെ പഴയ ഹോബീസ്, നിങ്ങൾക്ക് നിങ്ങളായിരിക്കാൻ സാധിക്കുന്ന ചില മൊമെൻറ്റ്സ്, പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യുമ്പോഴാണ് എന്ന് കണ്ടുപിടിക്കുക. അതൊന്നും നിങ്ങളുടെ ലൈഫിലുള്ളത് വെറുതെ അല്ല. അത് നിങ്ങൾക്ക് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക ടൈം പാസ് എന്നുള്ള നിലയിൽ ചെയ്യാനുള്ള കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഹീലിങ്ങിലേക്ക് വഴി തുറക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, ചില ആളുകൾക്കത് പെയിൻറ്റിങ് ആയിരിക്കാം, ചിലപ്പോൾ സിംഗിങ് ആയിരിക്കാം, റീഡിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ. അത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിട്ടുകളയാതെ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ഹീലിങ്ങിൽ അതൊരു വലിയ എന്താ പറയുക ഒരു പാർട്ട് വഹിക്കും. അത്തരം നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ആക്ച്വലി നമ്മളുടെ സോളിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അത് വിട്ടുകളയാതിരിക്കുക. അത് നമ്മളുടെ കൂടെ ജന്മനാ വന്നതാണ് അല്ലേ? നമുക്ക് ആ താല്പര്യങ്ങൾ ഉള്ളിലെവിടെയോ നമ്മൾ ജനിച്ചപ്പം മുതലേ ഉള്ളതാണ്. ഏതോ ഒരു പ്രായത്തിൽ നമ്മളത് തിരിച്ചറിഞ്ഞു. അത് നമ്മളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആണ്. അത് നിങ്ങൾ വിട്ടുകളയാതിരിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇനി എന്താണ് ഈ സമയത്ത് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ എനർജിയെ വലിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഡെവിൾ കാർഡാണ്. അനാവശ്യമായിട്ടുള്ള ചില പേടികൾ, കൺഫ്യൂഷനുകൾ, പിന്നെ എന്താണ് അഡിക്ഷനുകൾ. എന്തിനോടെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങളോട് നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജിയെ ഇപ്പോൾ വലിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് എന്തുമാവാം, ഒരു പേഴ്സൺ ആവാം, ഒരു വസ്തുവായിരിക്കാം, അല്ലെങ്കിൽ എന്തുമോ ആകാം. ഒരു സാഹചര്യമോ ഒരു വ്യക്തിയോ ഒരു വസ്തുവോ എന്ത് വേണേലും ആകാം. അത് ഈവൻ നമ്മളുടെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും ഒരു അഡിക്ഷനാണ്. ആ സമയത്ത് പോലും ഡെവിൾ കാർഡ് വരാവുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ സമയം അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്? അത് ഒഴിവാക്കാനാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ഹിഡൻ ഗിഫ്റ്റ് എന്താണ്? മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ക്യാരക്ടറിലുള്ള ആ ഒരു ഗിഫ്റ്റ് എന്താണ്? 6 ഓഫ് സ്വാർഡ്സ്. ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കാർഡ്സാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 6 ഓഫ് സ്വാർഡ്സ് എന്ന് പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു കഴിവ്. അതായത് പ്രശ്നങ്ങളിൽ നിന്നും, എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നും തളരില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ്. എവിടേക്കോ ചില പാറ്റേണുകൾ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ നോക്കിയാൽ അറിയാം, എപ്പോഴും കാര്യങ്ങളൊരു പാറ്റേണിലായിരിക്കും പോകുന്നത്. ചില ആളുകൾക്ക് ഹെൽത്തിലായിരിക്കും പാറ്റേൺ, അതായത് തുടരെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് റിലേഷൻഷിപ്പിലായിരിക്കും പാറ്റേൺ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളിൽ ഒരേ ആളുകൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ഒരേ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ആ ആളുകളിലൂടെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ചിലർക്ക് മണി പാറ്റേൺ ആയിരിക്കും. കയ്യിൽ പൈസ വരുന്നു, നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്ര പൈസ കയ്യിൽ വരുന്നില്ല, എത്ര തന്നെ അധ്വാനിച്ചിട്ടും കയ്യിലേക്ക് പൈസ വരുന്നില്ല. അങ്ങനെ ഒരേ രീതിയിൽ എന്താണോ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുക, അതാണ് നിങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഗിഫ്റ്റ്, കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ കണ്ടുപിടിക്കുക, അതിൽ വർക്കൗട്ട് ചെയ്യുക. ഇനി എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഈ സമയത്ത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമുക്ക് ഇതുമായിട്ട്, ഈ കാർഡുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ നിന്നും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു ഹിഡൻ ഗിഫ്റ്റാണ്. ഇതിന് മുൻപും ഈ കാർഡ് നമുക്ക് ഇതേ ഒരു മീനിങ് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ആയിരുന്നാലും അതിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്.
എന്ത് തീരുമാനമാണ് ഈ സമയത്ത് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് നോക്കാം. എന്താണ് ഇപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടത്? ടെമ്പറൻസ്. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഓക്കെ ആണ്, ഓക്കെ ഫൈൻ, പക്ഷേ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഈ സമയത്ത്. ഇത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഓക്കെ, ഇവിടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഒരു മീനിങ് കൂടി നമുക്കിവിടെ വരാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക. എന്താണോ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതൊരു യാത്രയുടെ ഒരു ഭാഗമാണെന്ന് മാത്രം കരുതിയാലും മതി എന്നുള്ളതാണ്. എന്ത് കാര്യമാണ് നിങ്ങൾ ഈ സമയത്ത് കാണാതെ പോകുന്നത് എന്ന് നോക്കാം. കിങ് ഓഫ് വൺസ്. എനിക്ക് വീണ്ടും നിങ്ങളുടെ ആ പഴയ ഹോബി എന്ന് പറഞ്ഞതുമായിട്ട് കണക്റ്റ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ആ പാഷൻ നിങ്ങൾ വിട്ട് കളയരുത്. അത് മോണിറ്റൈസ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിങ്ങൾ ശ്രമിക്കുക. ഈ ഒരു കാർഡിന് 2 വസ്തുക്കൾ കൂടി ചേർത്ത് പുതിയൊന്നിനെ സൃഷ്ടിക്കുക എന്നൊരു മീനിങ് കൂടി ഈ കാർഡിനുണ്ട്. അപ്പോൾ ഈ കിങ് ഓഫ് വാൻസിൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കഴിവാണോ ഉള്ളത്, ഇൻബോൺ ആയിട്ട് ജന്മന നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കഴിവ് മോണിറ്റൈസ് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിക്കുക. അതായത് അതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് അല്ലേ? അതിലേതെങ്കിലും ഒരു വഴിയിൽ ഇത് സാധ്യമാക്കാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിച്ചിരിക്കാതെ എന്താണ് വരുന്നത് എന്ന് നോക്കാം. മജീഷ്യൻ. നിങ്ങളുടെ ഏതൊക്കെയോ മാനിഫെസ്റ്റേഷൻസ് നിങ്ങളറിയാതെ തന്നെ സത്യമാകാൻ പോകുന്നുണ്ട് കേട്ടോ. അതിനിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഓൾറെഡി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരുന്നുണ്ട്. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് ഉള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. 2 കാർഡ്സ് ഉണ്ടല്ലോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ മണി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വഴിക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ മൂവ് ഓൺ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് ഉള്ള എനർജിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പൈസയും പിന്നെ ഇമോഷണലായിട്ടുള്ള നിങ്ങളുടെ ഒരു മൂവിങ് ഓൺ, എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പുറത്തു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു വർഷം 2026 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ദ ബിഗ്ഗസ്റ്റ് വിക്ടറി എന്തായിരിക്കുമെന്ന് നോക്കാം. എന്ത് വിജയമാണ് നിങ്ങൾക്ക്, വലിയ വിജയമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. 5 ഓഫ് സ്വർഡ്സ്. മത്സരങ്ങളിൽ വിജയിക്കാൻ പോവുകയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ ഒക്കെ ആരോടെങ്കിലുമുള്ള കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിലുള്ളൊരു വിജയമാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇത് ചെറിയ വിജയമായിരിക്കില്ല, വളരെ ശക്തമായിട്ടുള്ളൊരു വിജയമായിരിക്കും. കാരണം നമ്മൾ ബിഗ്ഗസ്റ്റ് വിക്ടറി ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. 5 ഓഫ് സോഡ്സ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു വിജയം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതുണ്ട്. മജീഷ്യൻ കാർഡും പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആണല്ലോ. സോ പോസിറ്റീവ് എനർജി. അടുത്തതായിട്ട് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് നോക്കാം. 3 ഓഫ് സ്വർഡ്സ്. നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്നുകിൽ പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നിന്നും പുറത്തു വരിക എന്നുള്ള ആക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 മന്ത്സിനുള്ളിൽ എന്ത് റിസൾട്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ജഡ്ജ്മെൻറ്റ്. പോസിറ്റീവ് കാർഡ്. നിങ്ങൾക്ക് പുതിയ ചില വെളിപാടുകൾ, ചില തിരിച്ചറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, മിക്കവാറും അത് നിങ്ങളുടെ ജോലിയോടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഹോബിയോടോ ഒക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കാം. എവിടൊക്കെയോ നിങ്ങൾക്ക് ചില വിജയങ്ങളും വരുന്നുണ്ട്. അതൊരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ളൊരു അവസരം നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ജന്മസിദ്ധമായ കഴിവുകൾ വഴി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു ഫൈനൽ ഗൈഡൻസ് കൂടി എടുത്ത് നോക്കാം. ഈ സമയത്ത് യൂണിവേഴ്സിന് എന്താണ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാൻ ഉള്ളത് എന്ന് നോക്കാം. പേജ് ഓഫ് സ്വർഡ്സ് ആണ്. നമുക്ക് വീണ്ടും ഒരു പേജ് എനർജിയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്.
നേരത്തെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പരാജയങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ലെസൺസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഒരു സക്സസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കാർഡും കൂടി എടുത്ത് നോക്കിയാലോ. ട്രാൻസ്ഫോർമേഷനാണ് പറയുന്നത് കേട്ടോ. ഒരു മാറ്റം ആണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത്. എന്ത് തരത്തിലുള്ള മാറ്റമാണ്? വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച്? 5 ഓഫ് കപ്സ്. അപ്പോൾ നമുക്ക് ഈ 2 കാർഡുകളും തമ്മിൽ ബന്ധിപ്പിക്കാം. സെയിം മീനിങ് തന്നെയാണ്. നിങ്ങളുടെ ഡിപ്രഷൻ, നിരാശ, എവിടെയൊക്കെയോ നിൽക്കുന്ന ആ ഒരു വിഷമം അത് എടുത്തു മാറ്റുക. അങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിനുള്ളിലുള്ള ആ വിഷമം നിങ്ങൾ എടുത്തു കളഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഒരു 3 മാസത്തിനുള്ളിൽ ഈ ജഡ്ജ്മെൻറ്റ് എനർജിയിലേക്ക്, അതായത് നിങ്ങൾക്കായി വെച്ചിരിക്കുന്ന ആ ഒരു സക്സസ്, ഒരു പുതിയൊരു ഡോറായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ചെയ്ത് വരാൻ പോകുന്നത്. ആ ഒരു ഓപ്പണിങ്ങിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ചേഞ്ച് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വേർഡ് എന്ന് പറയുന്നത് റീബർത്ത് എന്നുള്ള ഈ വാക്ക് നമുക്ക് ചൂസ് ചെയ്യാം. റീബർത്ത് അല്ലെങ്കിൽ പുനർജന്മം എന്നുള്ള വാക്ക് നമ്മുടെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻസിൽ പറയുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ. ബൈ ബൈ. Thank you.